അതീവ ഗൗരവതരമായ ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം, രക്ഷാകർത്താക്കൾ അറിഞ്ഞിരിക്കണം, സകല ആളുകൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് കുട്ടികൾ അത് അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണത്. നമ്മൾ കഴിക്കുന്ന വസ്തുക്കളുടെ പുറത്ത് മറ്റേ മൈക്രോസ്കോപ്പ് പോലും വച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കുനുകുന എന്തെങ്കിലും എഴുതി വച്ചാൽ പോരാ. അങ്ങനെ എഴുതി വെച്ച് കുട്ടികളെയും മുതിർന്നവരെയും പറ്റിച്ചാൽ പോരാ. വളരെ കൃത്യമായി എന്താണ് ആ പ്രോഡക്റ്റിൽ ഉള്ളതെന്ന് ലെജിബിളായി മനസ്സിലാകുന്ന ഭാഷകളിൽ എഴുതി വെക്കണം എന്നാണ് പുതിയ സുപ്രീം കോടതി വിധി. കോടതി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജനങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കമ്പനികൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണ്ടേ? കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയാണോ? ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ കൃത്യമായ കുറേ ചോദ്യങ്ങൾ കോടതി ചോദിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റിൽ പഞ്ചസാര വളരെ ഷുഗർ വളരെ ഹൈ ആണ്, പിന്നെ സോഡിയം വളരെ ഹൈ ആണ്, അതുപോലെ തന്നെ നാച്ചുറേറ്റഡ് ഫുഡും ഫാറ്റ്, അതുപോലെ തന്നെ ഇൻ ടോട്ടൽ ഫാറ്റ്, നാച്ചുറൽ ഫാറ്റ്, ഇൻ ടോട്ടൽ ഫാറ്റ്, അതായത് ഫാറ്റ്, പഞ്ചസാര തുടങ്ങിയ എരിവ്, പുളി, ഇങ്ങനെ തുടങ്ങി കുറേ വസ്തുക്കളുണ്ട്. ഇതെല്ലാം എത്ര അടങ്ങിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടാവണം. അത് മാത്രമല്ല, അതെല്ലാം കൂടുതൽ അപകടത്തിലേക്ക് വരുന്നത് ചിപ്സ്, ബിസ്ക്കറ്റ്, ഇൻസ്റ്റൻറ്റ് സ്നാക്സ് തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, പൂരിതമായ കൊഴുപ്പ്, സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ടെന്ന് എങ്കിൽ അതിൻ്റെ പാക്കറ്റിൻ്റെ മുൻവശത്ത് തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഫ്രണ്ട് ഓഫ് പാക്ക് വാണിംഗ് ലേബൽ കൃത്യമായി വാണിംഗ് ലേബലായി വരാൻ പോകുന്നത്. നിലവിൽ കുഞ്ഞ് അക്ഷരത്തിൽ പിറകുവശത്ത് പ്രിന്റ് ചെയ്യുന്നത് അക്ഷരങ്ങൾ തെളിഞ്ഞിട്ടുണ്ടാവില്ല. അത് പറ്റില്ല. ലെജിബിളായി വലിയ ലേബലിൽ വളരെ കൃത്യമായി എന്തൊക്കെ എത്ര അളവിൽ അതിനകത്ത് ചേർന്നിട്ടുണ്ട്, ഓരോ ഫുഡിലും ചേർന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി അറിയിക്കണമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ചേരുവകളുടെ മുന്നറിയിപ്പ് വളരെ കൃത്യമായി പാക്കറ്റിൽ ഉണ്ടാകണം. 2 ആഴ്ചയ്ക്കകം ഇതിനെ സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലെങ്കിൽ നേരിട്ട് വിധി പ്രഖ്യാപിക്കും. മായം ചേർന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ, വസ്തുക്കളിൽ മായം ചേരുന്നതിൻ്റെ പശ്ചാത്തലത്തിലും കുഞ്ഞുങ്ങൾക്കടക്കം ധാരാളമായി ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് കോടതി ഇങ്ങനെ നിരീക്ഷിച്ചത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി കുട്ടികളുടെ ആരോഗ്യം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ജാഗ്രതയിൽ വളരെ കൃത്യമായി നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഓരോ പാനീയവും ഓരോ ചിപ്സും 100 കണക്കിന് 10 രൂപ മുതൽ 100 കണക്കിന് 5 രൂപയ്ക്കില്ലാന്ന് തോന്നുന്നു, 10 രൂപയ്ക്ക് മുതൽ 100 കണക്കിന് 100 രൂപ, 50 രൂപ, 20 രൂപയ്ക്കൊക്കെ ചിപ്സുകൾ കിട്ടും. ഇതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്, അതിൽ ചേർക്കുന്ന ഷുഗർ, ഉപ്പ്, അതുപോലെ മറ്റ് കാൽസ്യം, സോഡിയം, അങ്ങനെ എന്തെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ടോ അതിനെയെല്ലാം സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ഒരു സംവിധാനം ആവശ്യമുണ്ട്. അത് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ലേബലിൽ ഇത് എഴുതി ഒട്ടിക്കേണ്ടതാണ് പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ടിൽ. അല്ലാതെ തരികിട തക്കിട പരിപാടി നടക്കില്ല എന്ന് വളരെ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ആക്ട് കൃത്യമായി പാലിക്കണമെന്നും കോടതി വളരെ കൃത്യമായി തന്നെ വിധിയിൽ പറയുന്നു. 2 ആഴ്ചകൾ റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നേരിട്ട് വിധി പ്രഖ്യാപിക്കും. റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിധി വരുന്നത്.